പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഫ്ലോയിഡ് വാർഷാൾ അൽഗോരിതം വെച്ച് ചെയ്യുന്ന പ്രോബ്ലമാണ്. അതും ഷോർട്ടസ്റ്റ് പാത്ത് അൽഗോരിതം തന്നെ അതിനകത്ത് തന്നെ വരുന്നതാണ്. നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിലെ ഏറ്റവും ലാസ്റ്റ് ടോപ്പിക്കാണിത്. നമുക്കിങ്ങനെ ഒരു ഫിഗർ ആയിരിക്കും, ഗ്രാഫ് ആയിരിക്കും നമുക്ക് ആദ്യം തന്നിട്ടുണ്ടാവുക. ഇത് വെച്ച് നമ്മൾ ആദ്യം എഴുതേണ്ടതെന്ന് പറഞ്ഞാൽ അഡ്ജസൻസി മെട്രിക്സ് എഴുതണം. പിന്നെ നമ്മൾ നോക്കേണ്ടത് 1 2 3 4. നമുക്കിവിടെ എത്ര വെർട്ടെക്സ് ഉണ്ട്? 4 വെർട്ടെക്സ് ഉണ്ട്. 4 വെർട്ടെക്സ് ഉണ്ടെങ്കിൽ നമുക്ക് എത്ര മെട്രിക്സുകളായിരിക്കും ഉണ്ടാവുക? ലാസ്റ്റ് അഡ്ജസൻസി മെട്രിക്സ് നമ്മൾ എഴുതി വരുമ്പോൾ എത്ര എണ്ണം ഉണ്ടാവും? D0 തൊട്ട് D5 വരെ നമ്മൾ എഴുതേണ്ടി വരും. അത് വിട്ടേക്കുക. ഇപ്പോൾ ആദ്യം നമ്മളിത് നോക്കുക. നമ്മൾ ആദ്യം അഡ്ജസൻസി മെട്രിക്സ് എഴുതിയിട്ട് അതിന് D0 എന്ന് ഞാൻ പേര് കൊടുക്കാൻ പോവുക. അപ്പോൾ ഇതിൻ്റെ അഡ്ജസൻസി മെട്രിക്സ് എങ്ങനെയാണ് വരിക? നമ്മൾ 1 2 3 4 എന്ന് റോയും എഴുതും, കോളവും എഴുതും. എന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഡയഗണൽ എലിമെൻറ്റ്സ് നമ്മൾ 0 കൊടുക്കും. എന്നിട്ട് 1 to 2 കണക്ഷൻ ഉണ്ട്. അപ്പോൾ 1 2 എന്ന് വരുന്ന പൊസിഷനിൽ 9, 1 to 2 കണക്ഷൻ ഉണ്ട്. പിന്നെ 1 to 3 ഉണ്ട്. 1 to 3 ഉള്ളത് കാരണം 1 3 എന്ന് വരുന്നിടത്ത് -4. 1 to 4 ഇല്ലാത്തത് കാരണം ഇല്ല, മീൻസ് കണക്ഷൻ ഇല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളവിടെ എന്തോ കൊടുക്കേണ്ടത്? ഇൻഫിനിറ്റിയാണ് നമ്മൾ വാല്യൂ കൊടുക്കേണ്ടത്. അങ്ങനെ വെച്ചിട്ട് നമ്മൾ ആദ്യം എന്ത് എഴുതി? D0 എന്ന് പറഞ്ഞ മെട്രിക്സ് ആദ്യം എഴുതുക. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഡയഗണൽ എലിമെൻറ്റ്സ് എല്ലാം 0 ഇട്ടു. ഇനി അടുത്ത് 1 to 2. 1 to 2 കണക്ഷൻ ഉണ്ട്. സോ 9. 1 to 2ൻ്റെ അവിടെ നമ്മൾ ഇനി എന്താ എഴുതാൻ പോവുക? 9 എഴുതും. ഇത് 1 to 3ൻ്റെ അവിടെ 1 to 3ൽ എന്താ ഉള്ള? -4 ഉണ്ട്. സോ അവിടെ -4 എഴുതാം. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ 1 to 4. 1 to 4 ഒന്നുമില്ല, അവിടെ കണക്ഷൻ ഇല്ലാത്തതാണ്. നമ്മളവിടെ എന്തെന്ന് കൊടുക്കുന്നു? ഇൻഫിനിറ്റി എന്ന് കൊടുക്കുന്നു. ഇതേ ഒരു ഫോർമാറ്റിൽ മീൻസ് ഇനി അടുത്ത നോഡ് എടുക്കുക. 2 to 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 6 ഉണ്ട്. അപ്പോൾ അവിടെ 6 എഴുതുക. പിന്നെ അടുത്ത 2 to വേറെ അതുള്ള 4ലേക്ക് ഒരെണ്ണമുണ്ട്, അതിനെ നമുക്ക് 2 എന്ന് എഴുതാം. 2 to 4 എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ 2 ഉണ്ട്. പിന്നെ അടുത്ത 2 to 3 ഉണ്ടോ? 2 to 3 ഇല്ല, ഔട്ട് ഗോയിങ് മാത്രമേ നോക്കുള്ളൂ. 2 to 3 ഇല്ലാത്ത കാരണം അവിടെ നമ്മൾ എന്ത് കൊടുക്കണം? ഇൻഫിനിറ്റി എന്ന് കൊടുക്കണം. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ D0 കംപ്ലീറ്റ് ഫില്ല് ചെയ്യണം. ഇനി ഇവിടെ നോക്കുക. ഇവിടെ എഴുതുമ്പോഴത്തേക്ക് നമ്മൾ ഏതാണ്? ഈ D0ൻ്റെ ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളവും മാത്രം നമ്മളെടുത്ത് എങ്ങോട്ടേക്ക് എഴുതി? ഇങ്ങോട്ടേക്ക് എഴുതി. ഇനി ഇപ്പോൾ ഡയഗണൽ എലമെൻസിനെയും കൂടെ നമുക്ക് 0 എന്ന് കൊടുക്കാം. ഇങ്ങനെ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമുക്കിനി എന്ത് കിട്ടി? ഇവിടെ കണ്ടോ, വേക്കൻസി കിട്ടി. ഇവിടെ ഒരെണ്ണം, ഇവിടുത്തെ വാല്യൂ അറിയില്ല, ഇവിടുത്തെ വാല്യൂ അറിയില്ല, ഇവിടുത്തെ വാല്യൂ അറിയില്ല, ഇവിടുത്തെ വാല്യൂ അറിയില്ല, ഇവിടുത്തെ വാല്യൂ അറിയില്ല. അപ്പോൾ ഇതെല്ലാം നമ്മൾ കണ്ടുപിടിച്ച് ഫില്ല് ചെയ്യേണ്ടത്. ഇവിടെ എമ്മിൻ്റെ വാല്യൂ ഞാൻ 1 എന്നെടുത്തു. D1 ആയത് കാരണം എമ്മിൻ്റെ വാല്യൂ ഇവിടെ 1 എന്നെടുത്തു. എമ്മിൻ്റെ വാല്യൂ 1 എന്നെടുത്തു. എന്നിൻ്റെയും കെയിൻ്റെയും വാല്യൂ നമുക്കറിയില്ല. ഇവിടെ ഞാൻ എന്നിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ആയിട്ടും കെയിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3. അപ്പോൾ എന്നിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രാമത്തെ റോ ആണെന്നുള്ളതും കെ എന്ന് പറഞ്ഞാൽ എത്രാമത്തെ കോളം ആണെന്നുമാണ് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇത് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഇങ്ങനെയൊന്നും എന്നും കെയും എമ്മും എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ പറയുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുന്നതേ ഉള്ളൂ. അപ്പം ഇനി ഈ ഒരു പൊസിഷനിൽ നമ്മൾ വാല്യൂ ആദ്യം ഫൈൻഡ് ചെയ്യാൻ പോകുക. അപ്പോഴത്തേക്ക് ഇതിൻ്റെ എം എത്രയാണ്? 1. എൻ എത്രയായിരിക്കും? അപ്പം 2. കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ്? 3. അത് വെച്ചിട്ട് നമുക്ക് ഇക്വേഷൻ എഴുതാം. നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത് D1 2 3 ആണ്. നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത് D1 2 3. അതായത് ഈ പൊസിഷനിലെ വാല്യൂ നമുക്ക് ഫൈൻഡ് ചെയ്യണം. ഇപ്പം നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഇങ്ങനെ ചെയ്യുക. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഈ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കുക. D1 of 2 3 എന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കാൻ വേണ്ടി D0 2 3 ഗ്രേറ്റർ ദാൻ D0 2 1 പ്ലസ് D0 1 3 ആണ് നമ്മൾ നോക്കുക. അങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മൾക്ക് ഇതിനകത്ത് നോക്കുമ്പോൾ D0 2 3 എന്ന് പറഞ്ഞിട്ടുണ്ട്. D0 2 3 എന്ന് പറഞ്ഞ വാല്യൂ ഏതാണ് കിടക്കുന്നത്? ഇൻഫിനിറ്റി. ഇവിടെ ഇൻഫിനിറ്റി എന്ന് കൊടുക്കുക. ഗ്രേറ്റർ ദാൻ D0 2 1. D0 2 1 എന്ന് പറഞ്ഞാലോ D0ൻ്റെ 2 1 പൊസിഷനിൽ കിടക്കുന്നത് 6 ആണ്. സോ 6 പ്ലസ് D0 1 3. D0ൻ്റെ 1 3 പൊസിഷനിൽ ഏതാ കിടക്കുക? D0ൻ്റെ 1 3 പൊസിഷനിൽ കിടക്കുന്ന -4. 6 - 4. ഇൻഫിനിറ്റി ഗ്രേറ്റർ ദാൻ 2. ഇതെന്ന് പറഞ്ഞാൽ ഈ കണ്ടീഷൻ കറക്റ്റ് അല്ലേ? ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ 2നെ കഴിഞ്ഞും ഗ്രേറ്റർ ആയിട്ടുള്ള വാല്യൂ ആണ്. അപ്പോൾ കണ്ടീഷൻ കറക്റ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടേക്ക് ഈ 2 എന്നുള്ള വാല്യൂവിനെ ആയിരിക്കും കൊടുക്കേണ്ടത്. ഓക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് ഉള്ള ആദ്യത്തെ, അപ്പോൾ നമുക്കിവിടെ 2 3 പൊസിഷനിലുള്ള നമ്മൾ ഫൈൻഡ് ചെയ്തു. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ 2 4 പൊസിഷനിൽ നമ്മൾ ഫൈൻഡ് ചെയ്യണം. D0 2 4 പൊസിഷനിൽ ഫൈൻഡ് ചെയ്യുമ്പോൾ ഇവിടെ n എത്രയാണ്? 2. കെ എത്രയാണ്? 4. അത് വെച്ച് ഈ ഇക്വേഷനിലേക്ക് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? നമുക്ക് നോക്കാം എന്നാ കിട്ടുന്നതെന്ന്. അപ്പോൾ അത് നമ്മൾ ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് എന്ത് കിട്ടും? ഈ D0 2 4 ഗ്രേറ്റർ ദാൻ D0 2 1 പ്ലസ് D0 1 4 എന്ന് കിട്ടും. D0 എന്ന് പറയുന്ന മെട്രിക്സിൽ നിന്ന് ഈ വാല്യൂസ് എല്ലാം എടുത്ത് നമ്മൾ എഴുതുമ്പോൾ ഇങ്ങനെ ഒരു കണ്ടീഷൻ വന്നത് 2 ഗ്രേറ്റർ ദാൻ ഇൻഫിനിറ്റി. 2 എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റിനെ കഴിഞ്ഞ് ഗ്രേറ്റർ ആണോ? അല്ല. അപ്പോൾ ഈ കണ്ടീഷൻ കറക്റ്റ് ആണോ? കണ്ടീഷൻ തെറ്റ്.
കണ്ടീഷൻ തെറ്റാണെന്നുണ്ടെങ്കിൽ D0യുടെ 2,4 പൊസിഷനിൽ ഏതാണോ കിടക്കുന്നത് ആ വാല്യൂവിനെ തന്നെ D1ൻ്റെ 2,4 പൊസിഷനിലേക്ക് എഴുതുക ചെയ്യുന്നത്. ചേഞ്ച് ഒന്നും ഇല്ല. അതായത് D0യുടെ 2,0 പൊസിഷനിൽ നിന്ന് D1ൻ്റെ 2,4 പൊസിഷനിലേക്ക് വാല്യൂസിന് ചേഞ്ച് ഇല്ല. എന്താണോ D0 2,4 ഉണ്ടായിരുന്നത് അതിനെ തന്നെ D1ൻ്റെ 2,4 പൊസിഷനിലേക്ക് ഇറക്കി എഴുതണം. അപ്പോൾ ഇവിടെ D0ൻ്റെ 2,4 പൊസിഷനിൽ ഏതോ ഉണ്ടായിരുന്നത് 2 ആയിരുന്നു ഉണ്ടായിരുന്നത്. 2 ആയത് കാരണം D1ൻ്റെ 2,4ലേക്ക് നമ്മൾ എന്തിനെ തന്നെ എഴുതും? 2നെ തന്നെ എഴുതും. ഇനി അടുത്ത കണ്ടുപിടിക്കേണ്ട ഏതാണ്? 3,2 പൊസിഷനാണ്. D1ൻ്റെ 3,2 പൊസിഷനാണ് നമ്മൾ ഫൈൻഡ് ചെയ്യണം. അപ്പോൾ അതുപോലെ നമ്മൾ ഇക്വേഷൻ എഴുതുമ്പോൾ ഇക്വേഷൻ എങ്ങനെ വരും? അത് എഴുതി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ ഒരു വാല്യൂ ആയിരിക്കും വരുന്നത്, ഇൻഫിനിറ്റി ഗ്രേറ്റർ ദാൻ ഇൻഫിനിറ്റി. അപ്പോൾ എന്തായിരിക്കും നമുക്ക് അവിടെ വാല്യൂ കൊടുക്കേണ്ടത്? ഇൻഫിനിറ്റി തന്നെ നമ്മൾ എങ്ങോട്ടേക്ക് എഴുതുക? D1 3,4ലേക്ക് നമ്മൾ വാല്യൂവിനെ ഇൻഫിനിറ്റി എന്ന് എഴുതുക. നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത് D1ൻ്റെ 3,4 പൊസിഷനിലുള്ള വാല്യൂ ആണ്. അങ്ങനെയാണെങ്കിൽ അതിനെ ഇവിടേക്ക് വേണം എഴുതാൻ വേണ്ടി, ഇവിടെ അല്ല. ഇനി അടുത്തത് നമ്മൾ കണ്ടുപിടിക്കേണ്ട ഏതാ? D1 3,2 കണ്ടുപിടിക്കണം. D1 3,2 കണ്ടുപിടിക്കാൻ സെയിം അതുപോലെ ഇക്വേഷനിൽ, എനിക്കൊന്ന് ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞത് ഈ പൊസിഷൻ വെച്ചാൽ പറഞ്ഞതെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം ഇപ്പോൾ കണ്ടുപിടിച്ച D0 3,4 ആയിരുന്നു. ഇനി കണ്ടുപിടിക്കാൻ പോകുന്നതാണ് D1 3,2. ഓക്കെ, അപ്പോൾ D1 3,2 എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? 5 ഗ്രേറ്റർ ദാൻ ഇൻഫിനിറ്റി. ആ കണ്ടീഷനും എന്താണ്? തെറ്റായിട്ടുള്ളൊരു കണ്ടീഷനാണ്. അപ്പോൾ എന്താണോ D0 3,2 ഉണ്ടായിരുന്ന വാല്യൂ, അതായത് 5 തന്നെ എവിടേക്കും വരും? D1 3,2ലേക്കും വരും. അപ്പം ഇത് തെറ്റായ കണ്ടീഷൻ നമ്മൾ എഴുതുമ്പോഴത്തേക്കും എന്ത് ചെയ്യും? D1 3,2ലേക്ക് നമ്മൾ എന്തെഴുതും? 5 എഴുതും. ഈ സെയിം മെത്തേഡ് ഫോളോ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കിനി എന്തൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും? ഈ 2 പൊസിഷൻ എംറ്റി ആയിരുന്നു, ആ 2 പൊസിഷനിലെ വാല്യൂവും കൂടെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പം നമുക്ക് D1 എന്ന് പറയുന്ന മെട്രിക്സ് കംപ്ലീറ്റ് കിട്ടി. ഇനി അടുത്ത് നമുക്ക് D2 എന്ന് പറയുന്ന മെട്രിക്സ് ഫൈൻഡ് ചെയ്യണം. D2 മെട്രിക്സ് ഫൈൻഡ് ചെയ്യുമ്പോഴത്തേക്കും അതിനകത്ത് എന്താ വരിക? ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം 0 ആയിരിക്കും. പിന്നെ ഈ ഏത് വരും? സെക്കൻഡ് റോയും സെക്കൻഡ് കോളവും ഏത് വരും? അത് അപ്പുറത്തേക്ക് എഴുതുമ്പോൾ D2ൽ ഇതുപോലെ തന്നെ വരും. ബാക്കിയുള്ള പൊസിഷൻസിലെ വാല്യൂ വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ D2 മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരും. നമുക്കിപ്പോൾ ഇവിടെ കുറേ എംറ്റി സ്പേസസ് കാണാം. ഈ എംറ്റി സ്പേസസിലെ വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യണം? ഫൈൻഡ് ചെയ്യണം. ഇപ്പോൾ ഇവിടെ നമുക്ക് എന്താ ചേഞ്ച് വന്നത്? ഇനിയിപ്പം എമ്മിൻ്റെ വാല്യൂ ഇവിടെ 1 എന്നുള്ളത് മാറി എമ്മിൻ്റെ വാല്യൂ ഇവിടെ എന്തായിട്ട് വരും? 2 ആയിട്ട് വരും. ഇപ്പം നമുക്കിവിടെ എമ്മിൻ്റെ വാല്യൂ 2, എൻ ഏതാണ് റോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ K എന്ന് പറഞ്ഞാൽ ഏതാണ് കോളം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആദ്യം തന്നെ ഏത് ഫൈൻഡ് ചെയ്യാൻ പറ്റും? ഇനി നമ്മൾ നേരത്തെ D1 കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഏത് മെട്രിക്സിൻ്റെ ഹെൽപ്പ് എടുത്തത്? D0 മെട്രിക്സിൻ്റെ ഹെൽപ്പ് എടുത്തത്. അപ്പോൾ ഇവിടെ D2 കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഏത് മെട്രിക്സിൻ്റെ ഹെൽപ്പ് ആയിരിക്കും എടുക്കുക? D1 മെട്രിക്സിൻ്റെ ഹെൽപ്പ് ആയിരിക്കും എടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഈ പൊസിഷൻ ആദ്യം D2 1 3 എന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ പൊസിഷൻ നമ്മൾ ഫൈൻഡ് ചെയ്യാൻ പോവുകയാണേ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് വന്നു? D2 1 3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ DM-1, അതായത് D2 - 1 എന്ന് പറഞ്ഞാൽ D1 NK എന്ന് പറഞ്ഞാൽ 1 3 ഗ്രേറ്റർ ദാൻ D1 ഏതാന്ന് വരും? 1, 2 പ്ലസ് D1 2, 3. ഇത് നമ്മൾ മെട്രിക്സിൽ പോയി ഈ വാല്യൂസ് എല്ലാം ഫൈൻഡ് ചെയ്ത് വരുമ്പോഴത്തേക്കും ദേ ഇങ്ങനെ വരും. ഈ കണ്ടീഷൻ തെറ്റായതുകൊണ്ട് തന്നെ എന്താവും? D1 1 3ലെ വാല്യൂ എന്തോ അത് തന്നെ എന്ത് വരും? D2 1 3ലും വരും. അപ്പോൾ -4 തന്നെ എവിടെയും വന്നു? D1 1 3ലും വന്നു. ഇതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഇതിൻ്റെ എല്ലാ വാല്യൂസും നമ്മൾ ഫൈൻഡ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ 11 കിട്ടും. പിന്നെ ഇവിടെ 11 ഇൻഫിനിറ്റി ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്നു. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഫിനിറ്റി. ഇങ്ങനെ വാല്യൂസ് എല്ലാം നമ്മൾ ഫൈൻഡ് ചെയ്ത് D2 മെട്രിക്സ് ഇങ്ങനെ കിട്ടും. D2 കിട്ടിക്കഴിഞ്ഞെങ്കിൽ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? തേർഡ് റോയും തേർഡ് കോളവും എടുത്തിട്ട് പിന്നെ ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം 0യും എടുത്തിട്ട് നമ്മൾ എന്ത് എഴുതും? D3 മെട്രിക്സ് എഴുതും. അപ്പോൾ ഇനി ഇവിടെയും നമുക്ക് ഇങ്ങനെ മെട്രിക്സ് സ്റ്റാർട്ടിങ്ങിൽ കിട്ടും. ഇതിനകത്ത് ഇനി നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. D3 കണ്ടുപിടിക്കാൻ നേരം ഇവിടെ M എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 ആവും. N K നമ്മൾ ഇതനുസരിച്ച് വെക്കും. ഈ ഒരു സെയിം ഇക്വേഷൻസ് ഇതേപോലെ തന്നെ യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും? ഈ ഓരോ വാല്യൂസും ഫൈൻഡ് ചെയ്യും. ഇപ്പോൾ നമുക്ക് ഒരെണ്ണം കണ്ടുപിടിക്കാം. 1 2 പൊസിഷൻ D3 1 2 നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? ഇവിടെ M3. സോ ഇക്വേഷൻ താണ്ട് ഇങ്ങനെ വരും. ഈ വരുന്ന ഇക്വേഷൻ വെച്ചിട്ട് നമ്മളിത് D2ൻ്റെ ഹെൽപ്പോടെ നമ്മൾ ഈ വാല്യൂസ് എല്ലാം ഫൈൻഡ് ചെയ്യും. അങ്ങനെ ഫൈൻഡ് ചെയ്യുമ്പോൾ 9 ഗ്രേറ്റർ ദാൻ 1. ഇത് കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണല്ലേ? അപ്പോൾ നമുക്ക് എന്താണ് ഈ 1 പുതിയ വാല്യൂ, ഈ പുതിയ 1 എന്ന് പറഞ്ഞ വാല്യൂവിനെ നമ്മൾ എങ്ങോട്ട് എഴുതും? ഇങ്ങോട്ടേക്ക് എഴുതും. സോ മൊത്തം ഫൈൻഡ് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ആ D3 മെട്രിക്സ് ഇങ്ങനെ കിട്ടും. ഇതാണ് ഫൈൻഡ് ചെയ്ത വാല്യൂസ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ റൗണ്ട് ചെയ്തേക്കുന്നത്. നേരത്തെ മെട്രിക്സ് ഇപ്പോൾ അത് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല, അതുകൊണ്ട് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് റൗണ്ട് ചെയ്തേക്കുന്നത്. അപ്പം നമുക്ക് വാല്യൂസ് ഇങ്ങനെ കിട്ടി. ഇപ്പം നമ്മൾ എവിടെ വരെ ആയുള്ളൂ? D3 വരെ ആയുള്ളൂ. നമുക്ക് ഇനിയും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പം നമ്മളിനി അടുത്ത D4 ഫൈൻഡ് ചെയ്യണം.
D3 മെട്രിക്സിൻ്റെ 4th റോയും 4th കോളവും അതേപോലെ തന്നെ എഴുതി. പിന്നെ ഡയഗണൽ എലമെൻറ്റ്സ് 0യും കൊടുത്തു. അപ്പോൾ D4 നമുക്ക് ഇങ്ങനെ കിട്ടി. കണ്ടുപിടിക്കാൻ കുറേ പൊസിഷൻ ഉണ്ട്. ആ പൊസിഷനിലെ വാല്യൂസ് നമ്മൾ ഫൈൻഡ് ചെയ്യും. ഇവിടം കൊണ്ട് തീരും, കാരണം 4th റോയും 4th കോളം വരെ എത്തി. ഇനിയിപ്പോൾ ഒന്നും അങ്ങോട്ടേക്കില്ല. ഞാൻ ആദ്യം തന്നെ പറഞ്ഞാൽ നമ്മളെവിടെ 5 മെട്രിക്സ് വരും. നമുക്ക് ആകപ്പാടെ ഉള്ളത് 4 വെർട്ടെക്സാണ്. അതുകൊണ്ട് എത്ര വരും? ആ വെർട്ടെക്സ് പ്ലസ് 1, അതായത് 5 മെട്രിക്സ് വരും. അപ്പോൾ 5 മെട്രിക്സ് എന്ന് പറഞ്ഞാൽ D0 തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ് D0 to D4. അങ്ങനെ മീൻസ് 1 തൊട്ടാണ് തുടങ്ങിയെങ്കിൽ D1 to D5 വരെ നമുക്ക് എഴുതാമായിരുന്നു. ഇവിടെ നമ്മൾ എഴുതിയപ്പോൾ D0 to D4 5 മെട്രിക്സ് ആണ് ടോട്ടലി വരിക. ഈ മെട്രിക്സിനകത്ത് കിട്ടുന്ന വാല്യൂസ് ആയിരിക്കും നമ്മളുടെ ഷോർട്ടസ്റ്റ് പാത്ത് നമ്മൾ ഫൈൻഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് എന്ത് കിട്ടി? D4 നമുക്ക് കണ്ടുപിടിക്കേണ്ട വാല്യൂസ് ആയിരുന്ന ഈ 1 2 പൊസിഷൻ, 1 3 പൊസിഷൻ, പിന്നെ 2 1 2 3, അങ്ങനെ 3 1 3 2 ഈ പൊസിഷൻസിലെ വാല്യൂ എല്ലാം നമുക്ക് കിട്ടി. ഇനി ഇത് വെച്ച് നമുക്ക് നോക്കാം. ഇപ്പം എനിക്ക് 3യിൽ നിന്ന് 2ലേക്കുള്ള ഡിസ്റ്റൻസ് ഫൈൻഡ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ 3 2 ആണ് നമ്മൾ എടുക്കുന്നത്. 3 to 2. 3യിൽ നിന്ന് 2ലേക്കുള്ള ഡിസ്റ്റൻസ്, ഏറ്റവും ചെറിയ ഡിസ്റ്റൻസ് 5 ആയിരിക്കും. 2ൽ നിന്ന് 4ലേക്കുള്ള ഏറ്റവും ചെറിയ ഡിസ്റ്റൻസ് അപ്പോൾ എത്രയായിരിക്കും? 2 ആയിരിക്കും. 1ൽ നിന്ന് 2ലേക്കുള്ളത് 1. അങ്ങനെ നമുക്ക് ഈ ഒരു മെട്രിക്സ് വെച്ച് ഇനിയിപ്പോൾ ഷോർട്ടസ്റ്റ് എങ്ങോട്ട് ചോദിച്ചാലും നമുക്കത് ഫൈൻഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അത്രയാണ് ഫ്ലോയിഡ് വാർഷാൾ. ഫ്ലോയിഡ് വാർഷാൾ ഇത്രയും കുറച്ച് വലിയ ലെങ്തി ആയിട്ടുള്ള പ്രോബ്ലം ആണ്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റെപ്പ് ഇടയ്ക്ക് വെച്ച് തെറ്റിയിട്ടുണ്ടെങ്കിൽ മൊത്തം കംപ്ലീറ്റ് തെറ്റും. അതാണ്, അത് ശ്രദ്ധിച്ച് ചെയ്യണം. പിന്നെ കഴിഞ്ഞ തവണത്തെ എക്സാമിനൊക്കെ ചോദിച്ചത് നമ്മളുടെ ഡിജിക്സ്ട്രാ ആയിരുന്നു. ഇത് ചോദിച്ചിട്ടില്ല, ബട്ട് എന്നാലും ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാവുന്നതാണ്. വേണമെങ്കിൽ ഒരു ചെറിയൊരു ഗ്രാഫൊക്കെ തന്നിട്ട് ചോദിക്കാൻ വേണമെങ്കിൽ. അതുകൊണ്ട് ഇത് ഉറപ്പായിട്ടും പഠിക്കണം.